തന്റെ ജീവിതം നശിപ്പിച്ച ആളായതിനാലാണ് കോതമംഗലം സിഐക്കെതിരെ സാമൂഹിക മാധ്യമത്തിൽ പോസ്റ്റ് പങ്കുവച്ചതെന്ന് അർജുൻ ആയങ്കി. കേരള പോലീസിൽ തനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്നും ആയങ്കി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കണ്ണൂർ സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് അർജുൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. വാഹനത്തിലേക്ക് കയറ്റുന്നതിനിടെ ഒരു ഭയവുമില്ലെന്നും ചാകാനും തയ്യാറാണെന്നും ആയങ്കി പറയുകയും ചെയ്തു. പറയേണ്ട കാര്യങ്ങൾ വീഡിയോ ആക്കിയിട്ടുണ്ട്. പോലീസിനെ വെല്ലുവിളിച്ചതല്ല, ആവശ്യപ്പെടുകയാണ് താൻ ചെയ്തത്. പോലീസിനെയും സർക്കാരിനെയും ദിവസങ്ങളായി കബളിപ്പിച്ചുകൊണ്ടിരുന്ന ആയങ്കിയെ പുലർച്ചെ 2:30യോടെയാണ് അഭിഭാഷകയുടെ വീട്ടിൽ വെച്ച് DIGയുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. ആയങ്കിയെ ഓടിച്ച് പിടികൂടിയെന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. കടലിൽ കാണാതായവരെ കിട്ടിയോ എന്നതായിരുന്നു കസ്റ്റഡിയിൽ എടുത്തയുടനെ അർജുൻ ചോദിച്ചത്. കോതമംഗലത്ത് നിയമവിരുദ്ധമായി സംഘം ചേർന്നതിനും തുടർന്ന് ജാമ്യം നിഷേധിക്കപ്പെട്ട് ജയിലിൽ കഴിയേണ്ടി വന്നതിനും പിന്നാലെ അവിടുത്തെ SHOയെ ഭീഷണിപ്പെടുത്തി സാമൂഹിക മാധ്യമത്തിൽ പോസ്റ്റിട്ടതിനാണ് അർജുനെതിരെ പുതിയ കേസ് രജിസ്റ്റർ ചെയ്തത്. കൂടാതെ ആഭ്യന്തര വകുപ്പിനെയും മന്ത്രിയെയും വെല്ലുവിളിച്ചതുമായി ബന്ധപ്പെട്ട് കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് നൽകിയ പരാതിയിലും ഇയാൾക്കെതിരെ കേസുണ്ട്. നാടകീയമായ അർദ്ധരാത്രി ഓപ്പറേഷനിൽ പിടിയിലായി വിലങ്ങാണിച്ചിട്ടും കൂസലില്ലാതെ കുപ്രസിദ്ധ കുറ്റവാളി അർജുൻ ആയങ്കി പോലീസിനെ താൻ ഒരിക്കലും വെല്ലുവിളിച്ചിട്ടില്ലെന്നും താൻ പറഞ്ഞതെല്ലാം ന്യായമായ കാര്യങ്ങൾ മാത്രമാണെന്നായിരുന്നു കസ്റ്റഡിയിലെടുത്ത ശേഷമുള്ള ആയങ്കിയുടെ ആദ്യ പ്രതികരണം. അതിനോടൊപ്പം കടലിൽ കാണാതായവരെ കിട്ടിയോ എന്ന് ചോദിച്ച് പോലീസിന്റെ തെരച്ചിൽ രീതികളെ പരിഹസിക്കാനും ഇയാൾ മടിച്ചില്ല. കണ്ണൂരിലെത്തിയത് പോലീസിന് മുന്നിൽ കീഴടങ്ങാനല്ലെന്നും ഇയാൾ വാദിച്ചു. അറസ്റ്റിനു ശേഷവും യാതൊരുവിധ കുറ്റബോധവുമില്ലാതെയാണ് ഇയാൾ പോലീസിന് മുന്നിൽ പെരുമാറിയത്. ടൗൺ പോലീസ് സ്റ്റേഷനിലെത്തിച്ച ഇയാൾക്ക് പുലർച്ചെ തന്നെ വായിക്കാൻ പത്രങ്ങൾ നൽകിയിരുന്നു. പത്രം കയ്യിൽ കിട്ടിയത് മുതൽ യാതൊരു ഭയവുമില്ലാതെ അതീവ ശാന്തനായി വാർത്തകൾ വായിച്ചു തീർക്കുന്ന കൂസലില്ലാത്ത ആയങ്കിയെയാണ് സ്റ്റേഷനിൽ കണ്ടത്. തുടർച്ചയായ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം ഇയാളെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെത്തിച്ച് വിശദമായ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി. ഡിജിറ്റൽ ഒളിത്താവളങ്ങളിൽ കളിച്ച് പോലീസിനെ വലച്ച ആയങ്കിയുടെ അംഗം അവസാനിപ്പിച്ചത് കൂട്ടാളി ജിതിനും ഒരു ഓട്ടോ ഡ്രൈവറുമാണ്. കേസിൽ നിർണായക വഴിത്തിരിവുണ്ടാക്കിയത് ഇവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണ്. കസ്റ്റഡിയിലായ ശേഷം പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള മറുപടികളാണ് കൂട്ടുകാരനായ ജിതിൻ നൽകിയിരുന്നത്. എന്നാൽ സംഭവ ദിവസം ആയങ്കിയെ കയറ്റിവിട്ട ഓട്ടോ ഡ്രൈവറെ പോലീസ് കണ്ടെത്തി ചോദ്യം ചെയ്തതോടെയാണ് ഇത്തരത്തിൽ കള്ളക്കളിയെല്ലാം പൊളിഞ്ഞത്. എന്തായാലും ജാമ്യത്തിലിറങ്ങിയ ശേഷം പോലീസിനെതിരെ സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപം ചൊരിയുകയായിരുന്നു ആയങ്കി. പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ കോതമംഗലം ഇൻസ്പെക്ടർക്കും ഊന്നുകൽ SHOയ്ക്കുമെതിരെ ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഭീഷണി മുഴക്കിയതിനാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് ഇയാൾ ഒളിവിൽ പോയത്.